പ്രതിരോധ മേഖലയിൽ ആഗോള ശക്തികൾ പരസ്പരം മത്സരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചൈനയുടെ പുതിയ മിസൈലായ YJ-21 പറ്റി ലോകത്ത് വലിയ ചർച്ച നടക്കുകയാണ്. കൊലയാളി മിസൈൽ എന്ന് ചൈന വിശേഷിപ്പിക്കുന്ന YJ-21 മണിക്കൂറിൽ മാക് 6 വേഗതയിൽ സഞ്ചരിക്കുന്നു. അതായത് ശബ്ദത്തിന്റെ 6 ഇരട്ടി വേഗതയിൽ. പരമ്പരാഗത വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇതിനെ തടസ്സപ്പെടുത്താൻ കഴിയില്ലെന്നാണ് ചൈനയുടെ അവകാശവാദം. എന്നാൽ നമ്മൾ പോയാൽ ചന്ദ്രനിലെത്തും, അല്ലാത്ത പക്ഷം വൈകുന്നേരത്തോടെ തിരിച്ചെത്തും എന്ന ചൈനീസ് പഴഞ്ചൊല്ല് പോലെ ഈ മിസൈൽ അവകാശപ്പെടുന്ന പ്രകടനം കാഴ്ചവെക്കുമോ എന്നത് പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യചിഹ്നമാണ്. ഇവിടെയാണ് ഇന്ത്യയുടെ അഭിമാനമായ സൂപ്പർസോണിക് മിസൈൽ ബ്രഹ്മോസുമായി ഇതിനെ താരതമ്യം ചെയ്യേണ്ടത്. YJ-21 മുൻഗാമിയായ YJ-12 250-നും 400 കിലോമീറ്ററിനും ഇടയിൽ ദൂരപരിധിയുണ്ട്. അതേസമയം ബ്രഹ്മോസിന്റെ ദൂരപരിധി 290 കിലോമീറ്ററിൽ നിന്ന് 350 കിലോമീറ്ററായി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വേഗതയുടെ കാര്യത്തിൽ YJ-12 മാക് 4 വരെ വേഗതയുണ്ടെങ്കിൽ ബ്രഹ്മോസിന് മാക് 3.5 വരെ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഈ കാര്യങ്ങളിൽ ചൈനീസ് മിസൈലിന് നേരിയ മുൻതൂക്കമുണ്ടെങ്കിലും അത് നിർണായകമല്ല. ബ്രഹ്മോസ് ഒരു മൾട്ടി സ്റ്റേജ് മിസൈലാണ്. ആദ്യഘട്ടത്തിൽ ഒരു സോളിഡ് റോക്കറ്റ് ബൂസ്റ്ററും രണ്ടാം ഘട്ടത്തിൽ റാംജെറ്റും ഉപയോഗിക്കുന്നു. ഈ ലളിതമായ രൂപകൽപ്പന മിസൈലിനെ ഭാരം കുറഞ്ഞതും വിശ്വസനീയവുമാക്കുന്നു. എന്നാൽ YJ-12 ഉപയോഗിക്കുന്ന സംയോജിത റാംജെറ്റ് സിസ്റ്റം അത്ര ഫലപ്രദമല്ലെന്ന് വിദഗ്ധർ പറയുന്നു. മാർഗനിർദ്ദേശത്തിൽ ബ്രഹ്മോസ് അതിന്റെ കൃത്യതയ്ക്ക് പേരുകേട്ടതാണ്. പറക്കലിന്റെ മധ്യത്തിൽ ഇനേർഷ്യൽ നാവിഗേഷൻ സിസ്റ്റവും ഉപഗ്രഹ നാവിഗേഷൻ ഉപയോഗിക്കുമ്പോൾ ടെർമിനൽ ഘട്ടത്തിൽ ഫയർ ആൻഡ് ഫോർഗെറ്റ് സംവിധാനത്തോടെയുള്ള സജീവ റഡാർ ഹോമിംഗ് ഉപയോഗിക്കുന്നു. ഇത് ലക്ഷ്യത്തിൽ കൃത്യമായി പതിക്കാൻ സഹായിക്കുന്നു. അതേസമയം YJ-12 ചൈനയുടെ സ്വന്തം ബീഡോ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റവും ഇനേർഷ്യൽ ഗൈഡൻസും ഉപയോഗിക്കുന്നു. YJ-12 500 കിലോഗ്രാം വരെയുള്ള ആണവ പോർമുനകൾ വഹിക്കാൻ കഴിയും. ഇത് ബ്രഹ്മോസിന്റെ 300 കിലോഗ്രാം ഭാരമുള്ള പോർമുനയേക്കാൾ വലുതാണ്. ഇക്കാര്യത്തിൽ ചൈനീസ് മിസൈലിന് മുൻതൂക്കവുമുണ്ട്. എന്നാൽ കൃത്യതയുടെ കാര്യത്തിൽ ബ്രഹ്മോസ് ബഹുദൂരം മുന്നിലാണ്. YJ-12 സർക്കുലർ എറർ പ്രോബബിലിറ്റി 5 മുതൽ 7 മീറ്റർ ആണെങ്കിൽ ബ്രഹ്മോസിന്റെ ഇത് വെറും 1 മീറ്റർ മാത്രമാണ്. റഡാറിൽ നിന്ന് രക്ഷപ്പെടാൻ കടലിന് തൊട്ടുമുകളിലൂടെ പറക്കുന്ന സീ സ്കിമ്മിംഗ് കഴിവ് ബ്രഹ്മോസിനുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 3 മുതൽ 4 മീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും. കരയിൽ നിന്നും കപ്പലുകളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ബ്രഹ്മോസിന്റെ ഈ ബഹുമുഖത്വം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്ത് നൽകുന്നു. അതേസമയം YJ-12 ഈ കഴിവുകൾ ഉണ്ടോ എന്ന് ഇതുവരെയും വ്യക്തമല്ല. ഇന്ത്യൻ നാവികസേന അവരുടെ കപ്പലുകളിൽ ബ്രഹ്മോസ് വിന്യസിപ്പിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ സൈന്യം കിഴക്കൻ ലഡാക്കിൽ ചൈനീസ് നീക്കങ്ങളെ പ്രതിരോധിക്കാൻ ഈ മിസൈലുകൾ ഉപയോഗിക്കുന്നു. എന്നാൽ വ്യോമസേനയ്ക്ക് ഇപ്പോൾ സുഖോയി Su-30 MKI വിമാനങ്ങളിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ സാധിക്കൂ. മാക് 8 വരെ വേഗതയുള്ള ബ്രഹ്മോസ് 2 എന്ന ഹൈപ്പർസോണിക് മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് CM-400 AKG എന്ന ഹൈപ്പർസോണിക് മിസൈൽ വാങ്ങിയിട്ടുണ്ട്. കടലാസിൽ YJ-12 മികച്ചതാണെന്ന് തോന്നുമെങ്കിലും യുദ്ധത്തിൽ വേണ്ടത് വാക്പൊലിമകളല്ലല്ലോ. ചൈനീസ് മിസൈലുകൾ ചരിത്രപരമായി പരസ്യപ്പെടുത്തിയതിനേക്കാൾ കുറഞ്ഞ പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. മാത്രമല്ല അമേരിക്കൻ ഹാർപൂണിനേക്കാൾ വില കൂടിയതാണ് YJ-12 എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. ഇതിന് വിപരീതമായി ആകാശത്ത് മികച്ച പ്രകടനങ്ങൾ നടത്തി തെളിയിക്കപ്പെട്ട ബ്രഹ്മോസ് സാങ്കേതിക വിദ്യയും കൃത്യതയും കൊണ്ട് മുൻപന്തിയിലാണ്. YJ-12 വലിയ വാർഹെഡും നാവിഗേഷൻ സംവിധാനവും ഒരു തന്ത്രപരമായ ശക്തിയാണെങ്കിലും അതിന്റെ യഥാർത്ഥ പ്രകടനം ഇപ്പോഴും സംശയത്തിലാണ് എന്ന് പറയാതെ വയ്യ. എന്നാൽ ബ്രഹ്മോസ് ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഒരു വിശ്വസ്തനായ പോരാളിയായി നിലകൊള്ളുന്നു എന്നിടത്താണ് ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൈവരുന്നത്.